ഇന്ന് സംഭവിച്ചതിലേക്ക്. തമിഴ്നാട്ടിൽ കെ പൊന്മുടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി MK സ്റ്റാലിനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് കെ പൊന്മുടിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത്. മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി. മനേഷ്, ഇന്നലെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഗവർണർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന ചോദ്യമാണ് കോടതി നൽകിയത്. ഒപ്പം ഒരു അന്ത്യശാസനം എന്ന തരത്തിലേക്കാണ് വളരെ വേഗം തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തണം, അത് ചെയ്യിക്കണമെന്ന് നിർദ്ദേശം നൽകിയതും. ഇപ്പോൾ അത് ഗവർണർക്ക് അനുസരിക്കാതെ മറ്റു വഴിയില്ലല്ലോ. അനുജ, തീർച്ചയായും. അതായത് ഇന്നലെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചപ്പോഴും അതിന് പിന്നാലെ സുപ്രീം കോടതി പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ദിവസത്തെ സമയം കൂടിയാണ് ഇനി അനുവദിക്കുക. ആ ഒരു ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകണം, കൃത്യമായി തന്നെ തീരുമാനം എടുക്കണം എന്നൊരു താക്കീത് കൂടി ഗവർണർ RN രവിക്ക് സുപ്രീം കോടതി നൽകിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ എത്തിയിട്ടുള്ളത്. അത് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ കത്ത് നൽകുകയും മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടുള്ള വിവരം രാജ്ഭവനിൽ നിന്ന് അറിയിക്കുന്നു. അതിനുശേഷം 3:30-ക്കാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ രാജ്ഭവനിൽ നടന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതുപോലെ മന്ത്രിമാരും ഈ ഒരു ചടങ്ങിന് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രചാരണം DMK സഖ്യത്തിന്റെ പ്രചാരണം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ കെ പൊന്മുടിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിച്ചതിന്റെ വലിയ ആത്മവിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്തായാലും DMK-യെ സംബന്ധിച്ചുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു കറുത്ത പാടായി അത് എപ്പോഴും അവശേഷിക്കുന്ന ഒരു നിലയുണ്ടാകും. പ്രത്യേകിച്ച് പ്രചാരണ രംഗത്തൊക്കെ നമുക്കറിയാം, സെന്തിൽ ബാലാജി ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ആ ഒരു പ്രശ്നം DMK-യെ സംബന്ധിച്ചുണ്ട്. അത് വ്യാപകമായ തോതിൽ പ്രതിപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും അതുപോലെ DMK ആണെങ്കിലും ഒക്കെ ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് എന്തായാലും കെ പൊന്മുടി ഈ പറഞ്ഞ രീതിയിൽ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നത്. അത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിന് വലിയ ഗുണകരമാകും DMK-ക്ക് എന്നുള്ള കണക്കുകൂട്ടൽ എന്തായാലും DMK-ക്ക് ഉണ്ട് താനും. എന്തായാലും ഈ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലാണ്, കൃത്യമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ കെ പൊന്മുടിക്ക് മന്ത്രിസ്ഥാനം തിരികെ ലഭിച്ച, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കി ഇന്നിപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അനുജ, കെ പൊന്മുടി വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു.